മറ്റൊരു വിവരം കൂടിയുള്ളത്, ആ ദുരന്തമുണ്ടായപ്പോൾ സർക്കാർ ഏറ്റവും വലിയ ഒരു വാഗ്ദാനം കൂടി നൽകിയിരുന്നത് ഇവരുടെ കടം എഴുതിത്തള്ളും എന്നുള്ളതായിരുന്നു. പലരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർഷിക വൃത്തിയടക്കം നടത്തിക്കൊണ്ടിരുന്ന ആളുകളുണ്ട്. മറ്റു പല ആവശ്യങ്ങൾക്കും നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ എല്ലാവർക്കും തന്നെ കടബാധ്യതകൾ ഉണ്ടാകും. അതിൽ വലിയൊരു ശതമാനവും ബാങ്കിൽ നിന്നെടുത്തിട്ടുള്ള കടം ആയിരിക്കും എന്നുള്ളതാണ്. ഇതാ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ബാങ്ക് കടം ഏറ്റെടുക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകിയെങ്കിലും ആ നടപടിക്രമങ്ങളിൽ വലിയ അനാസ്ഥയുണ്ടായി എന്നുള്ളതാണ്. ദുരന്ത പട്ടികയിൽപ്പെടാത്ത ഏതാണ്ട് 60ഓളം കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ അതിന് പുറത്തു നിൽക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ബാങ്ക് വായ്പയുടെ കണക്കുകളിലേക്ക് വരുമ്പോൾ ആകെ ബാങ്ക് വായ്പ എന്നത് 35.3 കോടി രൂപ ആയിരുന്നു എന്നതാണ്. അതായത് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും പ്രകൃതി ദുരന്തത്തിന് ഇരയായ ആളുകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ബാങ്കുകളിൽ നിന്ന് എടുത്തിരുന്നത് 35.3 കോടി രൂപ എന്നതാണ്. അതിൽ എഴുതിത്തള്ളും, ഈ 35 കോടി രൂപയും എഴുതിത്തള്ളുമെന്ന് ഉറപ്പാണ് സംസ്ഥാന സർക്കാർ നൽകിയത് എങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 18.75 കോടി രൂപ എഴുതിത്തള്ളിയിട്ടുണ്ട് എന്നതാണ്. അതിൽ തന്നെ ഗുണഭോക്താക്കളായി ഉണ്ടായിരുന്നത് 555 ആളുകളാണ്. 555 ആളുകളാണ് ഇത്രയും വായ്പ എടുത്തത്. ആ വായ്പകളുടെ എണ്ണം എന്നത് 1620 ഈ 555 പേർ ചിലരെങ്കിലും ഒന്നിലധികം വായ്പകൾ എടുത്തിട്ടുണ്ട് എന്നതാണ് ഈ വായ്പകളുടെ എണ്ണം 1620 എത്താൻ കാരണം. അങ്ങനെയുള്ള 555 പേരുടെ 18.75 കോടി രൂപയാണ് ഇപ്പോൾ എഴുതി തള്ളിയിട്ടുള്ളത്. പക്ഷേ 35.3 കോടി രൂപ എഴുതി തള്ളേണ്ടതാണ്. അവിടെയാണ് ഈ സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഒരു പക്ഷേ പ്രേക്ഷകരോട് ഓർമ്മിപ്പിക്കാനുള്ളത്, പ്രകൃതി ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടവർ അവർക്ക് ഈ ബാങ്ക് ലോൺ കൂടി തിരിച്ചടയ്ക്കേണ്ടതായി ഇനി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അനീഷ്, കൃത്യമായ ഒരു പട്ടിക തയ്യാറാക്കപ്പെട്ടിട്ടില്ല. പലർക്കും കയറിക്കിടക്കാൻ ഒരു കുടുംബമായിട്ടില്ല, വരുമാന മാർഗമായിട്ടില്ല. ഒപ്പം ഈ ബാങ്കിലെ കടം എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിൽക്കുന്നുണ്ട്. ഒപ്പം അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം, അതായത് അവിടുത്തെ ആ പുഴ പോലും വീണ്ടെടുക്കാൻ വലിയൊരു തുക സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും തിരികെ പഴയ രീതിയിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ 1% പോലും എത്തുന്നില്ല എന്നതാണല്ലോ സാഹചര്യം. ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ. തീർച്ചയായും അഭിലാഷ്, നമ്മൾ ദുരന്തത്തിന്റെ ആദ്യ നാളുകളൊക്കെ ഈ പണത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ബാങ്ക് വായ്പകളെ കുറിച്ചോ അല്ലെങ്കിൽ സാമ്പത്തികം ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കില്ല. പക്ഷേ ജീവിതം എല്ലാവർക്കും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ജീവിതത്തിൽ എത്ര വലിയ നഷ്ടങ്ങൾ വന്നാലും ജീവിതം മുന്നോട്ട് നീങ്ങുക തന്നെ ചെയ്യും. പക്ഷേ അതിന് പണം അനിവാര്യമാണ്, വീട് അനിവാര്യമാണ്, അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കരുപിടിപ്പിക്കാൻ ഒരു ജീവനോപാധി ആവശ്യമാണ്. അതിനൊക്കെ പണം ആവശ്യമായി വരും. ആദ്യഘട്ടത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ ഈ ദുരന്ത ബാധിതരുടെ കടങ്ങൾ പൂർണ്ണമായി എഴുതി തള്ളണമെന്ന നിലപാട് സ്വീകരിക്കുന്നു. പിന്നീട് കേന്ദ്രം ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഹൈക്കോടതിയിലടക്കം ദീർഘനാൾ ഇതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറവും ഇപ്പോഴും ഈ ദുരന്ത ബാധിതരായ മുഴുവൻ ആളുകൾക്കും അവരുടെ കടങ്ങൾ വീട്ടുന്നതിനായി കഴിഞ്ഞിട്ടില്ല എന്നതിനാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മാസങ്ങളോളം ഈ സർക്കാർ നൽകിയ ബത്തയും വാടകയും ഒക്കെ ഉപയോഗിച്ചാണ് ആളുകൾ ജീവിച്ചിരുന്നത്. അതിനുശേഷം ടൗൺഷിപ്പിലേക്ക് മാറുമ്പോഴും പിന്നീട് അവർക്ക് ഒരു ജീവിക്കാനുള്ള മാർഗം മുന്നിൽ തെളിയുന്നില്ല എന്നതാണ്. കൂലിപ്പണിക്കാരായ ആളുകളുണ്ട്, അല്ലെങ്കിൽ കർഷകരായ ആളുകളുണ്ട്, കച്ചവടക്കാരായ ആളുകളുണ്ട്. അവരൊക്കെ പുതിയ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവർ സമ്പന്നമായി ജീവിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ സജീവമായി ബിസിനസ് ചെയ്തിരുന്ന കാലത്തൊക്കെ അവർക്ക് വലിയ തോതിലുള്ള കടങ്ങളുണ്ടാവും. കടങ്ങൾ ഒഴിവാക്കിയ മലയാളികൾ വളരെ കുറവാണെന്ന് തന്നെ നമുക്ക് അങ്ങനെ ഒരു അർത്ഥത്തിൽ പറയേണ്ടി വരും. അത്തരം കടങ്ങൾ പിന്നീട് ഒരു വലിയ ബാധ്യതയായി അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് വീണ്ടും അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു ദുരിതം സൃഷ്ടിക്കുന്നു എന്നത് തന്നെയാണ് വലിയ കാര്യം. നിങ്ങളൊക്കെ എവിടെ താമസിച്ചു? മുണ്ടക്കൈ തന്നെ. ഇപ്പൊ എവിടെ താമസം? ഇപ്പോൾ മേപ്പാടി നെടുമ്പാല എന്ന് പറഞ്ഞ സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുക. സർക്കാരിന്റെ വീട് കിട്ടിയില്ലേ? അതോ? വീട് നമ്മൾ രണ്ടാമത്തെ ഫേസ് 2A അപ്പോൾ രണ്ടാമത്തേൽ കിട്ടും. ഇനിയിപ്പോൾ അടുത്ത 2 മാസത്തിന്റെ ഉള്ളിൽ കിട്ടുന്ന പറഞ്ഞുള്ളത്. എന്തായിരുന്നു ജോലി? എന്താ ചെയ്തിരുന്നത്? ജോലി കൂലിപ്പണിയാണ്. കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വായ്പയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു? വായ്പ ഉണ്ടായിരുന്നു, ബാങ്കിൽ ലോൺ ഉണ്ടായിരുന്നു. ലോൺ എന്ന് പറഞ്ഞാൽ നമ്മള് ഗോൾഡ് ലോണ്, അങ്ങനെ വാഹനത്തിന്റെ ഒരു ലോൺ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ലോണുകളാണ്. അതൊക്കെ അത് തള്ളുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ലോണിന്റെ കാര്യത്തിൽ ബാങ്കിൽ നിന്ന് ഇതുവരെ ഒരു വിളിയോ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഉടനെ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മളെ സിദ്ദീഖ് മന്ത്രിയൊക്കെ പറഞ്ഞത്. പക്ഷെ എന്താണെന്നുള്ളത് ഒന്നും കൃത്യമായിട്ടുള്ളതൊന്നും നമുക്ക് ഇതുവരെ വിവരമൊന്നും കിട്ടിയിട്ടില്ല. നോട്ടീസൊക്കെ വല്ലതും കിട്ടുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ബാങ്കിൽ പോയിട്ട് ഞാൻ ചോദിച്ചാണ് 2-3 വട്ടം. അപ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒന്നും അടയ്ക്കൊന്നും വേണ്ട, അപ്പോൾ അങ്ങനെ എഴുതി തള്ളാനുള്ളൊരു ഇതുണ്ടല്ലോ ഗവൺമെന്റിന്റെ. അപ്പോൾ അത് തീരുമാനം ഇതുവരെ വന്നിട്ടില്ല.
വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എഴുതി തള്ളും എന്നൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഇതുവരെ അതിന് പിന്നെ കളക്ടറേറ്റിൽ നമ്മൾ ഈ ഇടയ്ക്ക് ഒരു 2 മാസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അദാലത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ നമ്മളെ പേരൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നും എഴുതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാങ്കിൽ നിന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല. എന്താണ് വിവരം എന്നുള്ളത് ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ കുറച്ച് ആളുകൾ ഇതൊക്കെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലൊക്കെ ഉള്ള ഗോൾഡൊക്കെ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ കൂടുതലുള്ള ആളുകൾ ഇങ്ങനെ പറയുന്ന കേട്ടി. ഇപ്പോഴും കിട്ടാത്തവരുണ്ട് അല്ലേ? കിട്ടാത്തവരുണ്ട്. എന്താ ചെയ്യുന്നത്? ഇപ്പൊ എന്ത് ജോലി ചെയ്താ ചെയ്യുന്നത്? ഇപ്പോഴും കൂലിപ്പണി തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. കൂലിപ്പണി തന്നെയാണ്. പിന്നെ വീട് ലഭിക്കും എന്നുള്ള വീട് എന്തായാലും കിട്ടുന്ന ഉറപ്പുണ്ട്. വീട് ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട്. താമസിക്കുന്നുണ്ട്. പിന്നെ വാടക കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. ഇതുവരെ വാടകയൊന്നും മുടങ്ങിയിട്ടില്ല. പിന്നെ 9,000 അത് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു 1,000 രൂപയുടെ കൂപ്പൺ കിട്ടുന്നുണ്ട് മാസം. ഇതുവരെ മുടക്കങ്ങളൊന്നും ഈ മാസം വരെ വന്നിട്ടില്ല. എല്ലാം കൃത്യമായിട്ട് നടന്നുണ്ട്. ഇനിയുള്ള കാര്യം ഞാൻ മുണ്ടക്കൈ. വീട് കിട്ടിയോ? ഫേസ് 1 കിട്ടി. എന്താ ജോലി? എന്താ ചെയ്യുന്നത്? ജോലി കൂലിപ്പണിയായിരുന്നു. അപ്പോൾ കൂലിപ്പണിക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ എനിക്ക് ഇവിടെ ഉണ്ട്. എന്താ സാഹചര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ റിസോർട്ടുകളിലാണ് നിന്നത്. ഇപ്പോൾ കള്ളാടി മണ്ണിടിച്ചിലൊക്കെ വന്നതിന് ശേഷം റിസോർട്ടുകളൊക്കെ പൂട്ടിയിരിക്കുകയും അതുകൊണ്ട് ഇപ്പോൾ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഈ വായ്പകളോ? ബാങ്കിലുണ്ട്. സ്വർണം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ചിട്ടില്ല. വിളിക്കാന്ന് പറഞ്ഞാൽ അദാലത്ത് വെക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ അദാലത്ത് വെച്ചിട്ടില്ല. പക്ഷെ ഒരു തീരുമാനം പൂർണ്ണമായി വന്നിട്ടില്ല. നമ്മളിങ്ങനെ വരും ആശ്രയിക്കുന്നുള്ളൂ. ഇതുവരെയായിട്ട് വന്നിട്ടില്ല. എവിടെയായിരുന്നു ചേട്ടാ താമസിച്ചിരുന്നത്? ചോറിൽമല തന്നെയാണ്. ഞാൻ ഇവിടെ ആക്ഷൻ കൗൺസിലിലെ കൺവീനറും കൂടിയാണ്. ഇപ്പോൾ ഈ പറയുന്നത് പല പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ. ഈ പട്ടികയിലിടാത്ത ആളുകൾ, മൈക്രോ പ്ലാനിങ്ങിൽ വരാത്ത ആളുകൾ, ഈ കടബാധ്യതയുടെ ഇപ്പോഴും മാറാത്ത ആളുകൾ. ഇപ്പോൾ ഒരു അടിസ്ഥാന പ്രശ്നം എന്ന് വെച്ചാൽ 2019 ഉരുൾപൊട്ടിയ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. 19 അന്ന് ആ ഉരുൾപൊട്ടലിന് ശേഷം ഈ പുനരധിവാസത്തിൽ വലിയ ഭാഗപ്പിഴകൾ സംഭവിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഇടപെട്ടിരുന്നു. സമരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ജനശബ്ദ ആക്ഷൻ കൗൺസിൽ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം നല്ല രീതിയിൽ പോയിരുന്നു. പക്ഷേ ഇടക്കാലത്ത് ആളുകളെ സർക്കാരിൻ്റെ തന്ത്രമായിരിക്കാം ഫേസ് 1 ഫേസ് 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഭജിച്ചു ദുരന്തബാധിതരെ. ഫേസ് 1 ആളുകൾക്ക് 178 ആളുകൾക്ക് ഇവർ പുനരധിവാസം നൽകി. ബാക്കിയുള്ള ആളുകൾ നിൽക്കുകയാണ്, ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇനി എന്നാവും ഈ പുനരധിവാസം അറിയില്ല. അതുമാത്രമല്ല, ഈ പ്രദേശത്ത് തന്നെ അപകടാവസ്ഥയിൽ നിന്ന് ഗവൺമെൻറ് മാറ്റി താമസിപ്പിച്ച ഒട്ടനവധി ആളുകൾ ഇനി പുനരധിവാസ ലിസ്റ്റിൽ വരാനുണ്ട്. ആ ലിസ്റ്റിൽ പോലും പെടുത്തിയിട്ടില്ല. അതിനിടയിലാണ് ഈ ലോൺ എഴുതിത്തള്ളാന്ന് പറഞ്ഞത്. ഈ 3 വാർഡുകളിലെ 10, 11, 12 വാർഡുകളിലെ പൂർണ്ണമായിട്ടുള്ള ആളുകളുടെ ലോൺ എഴുതിത്തള്ളാന്ന് പറഞ്ഞത്. നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു മൃതഭൂമിയാണിത്. മൃതഭൂമിയാണ്. ജീവിതങ്ങളൊക്കെ, മോഹങ്ങളൊക്കെ അസ്തമിച്ച ആളുകളുടെ ഇനി പ്രതീക്ഷകളില്ല. അപ്പം അവർക്ക് ജീവിക്കണമെങ്കിൽ ഈ ലോണ് എഴുതിത്തള്ളണം. ഇതൊന്നും ആയിട്ടില്ല. പുനരധിവാസം പകുതിയിലായി നിൽക്കുക. കുറച്ച് ആളുകളെ പുനരധിവസിച്ചു. അത് തന്നെ കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഒരു തന്ത്രം എന്നുള്ള നിലയ്ക്ക് തന്നെ 2 ഡിവൈഡാക്കി ആളുകളെ. ദുരന്തബാധിതരെ ഫേസ് 1 ആക്കി. അവർക്ക് ആദ്യം പുനരധിവാസം നൽകി. അത് ഇലക്ഷൻ ആയിരുന്നല്ലോ. ഇലക്ഷന് മുൻപ് എങ്ങനെയെങ്കിലും ഇത് ഞങ്ങൾ പുനരധിവാസം സാധ്യമാക്കി എന്ന് പറയണമെന്ന് കരുതിയിട്ട് കുറച്ച് ആളുകൾക്ക് പുനരധിവാസം സാധ്യമാക്കി. 178 ആളുകളെ വീണ്ടും ആളുകൾ നിൽക്കുക. 402 ആളുകളെ പുനരധിവസിക്കും. അന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ പോയ പണി ഇപ്പോൾ എഴുതുകയാണ്. സെപ്റ്റംബറിലും കിട്ടുമെന്നൊരു ഉറപ്പില്ല. ഇനിയിപ്പോൾ ഒരു 6 മാസത്തിനും അവിടെ പുനരധിവാസം സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എപ്പോഴും അതിലെ പോകുന്നതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട്. പണി പൂർണ്ണമായിട്ടും നിലച്ച കുറച്ച് അന്നുള്ളതിൻ്റെ മാൻ പവറിൽ ഒരു 10-1 ആളുകളൊന്നും അവിടെ ഉള്ളൂ. പണി അങ്ങനെ ഇഴഞ്ഞു നീങ്ങും. എന്നിത് സാധ്യമാവുന്ന. അത് മാത്രമല്ല, ഇപ്പം ഇവർ പറഞ്ഞാൽ ഇനിയും ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള ഒരുപാട് ആളുകളുണ്ട്, അർഹരായിട്ടുള്ള ആളുകൾ. ഈ മൈക്രോ പ്ലാൻ എന്ന് പറയുന്നത് വർക്കൗട്ട് ആയിട്ടില്ല. മൈക്രോ പ്ലാൻ വർക്കൗട്ട് ആയിട്ടില്ല. മൈക്രോ പ്ലാനും ഇവർക്ക് തോന്നിയ, നിങ്ങൾക്കറിയാം, ഈ ദുരന്തബാധിതർക്ക് കുടുംബശ്രീ മിഷനുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു അഴിമതി വയനാട്ടിൽ നടന്നത്. ഉദ്യോഗസ്ഥർ ഇതുപോലെ ഈ ദുരന്തത്തെ ഉപയോഗിച്ചുകൊണ്ട് പല ആളുകളും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ദുരന്തബാധിതർ പൂർണ്ണമായിട്ടും ചില ഉദ്യോഗസ്ഥരെ നല്ല രീതിയിൽ എന്നാലും ഇതിനിടയിലും എന്താ പറയുക, ക്ഷീരമുള്ളവർ അകടിയും ചൂട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം എന്ന് പറഞ്ഞ പോലെ ചിലർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൈക്രോ പ്ലാൻ പോലും പൂർണ്ണമായിട്ടും ആളുകൾക്ക് ഗുണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരം. വായ്പയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പൊക്കെ ലഭിക്കുന്നുണ്ടോ? ഇതെപ്പം ഒന്നും ഞങ്ങൾ ഈ വായ്പയുടെ കാര്യമായിട്ട് ആദ്യം ഞങ്ങൾ റിസർവ് ബാങ്കിൻ്റെ റീജിയണൽ മാനേജറെ മുതൽ അങ്ങനെ എല്ലാ ബാങ്ക് ഉദ്യോഗസ്ഥരൊക്കെ ലീഡ് ബാങ്കിൻ്റെ ആളുകൾ എല്ലാവരും കണ്ടിരുന്നു. അവരൊക്കെ അന്ന് ഞങ്ങളോട് പറഞ്ഞത് ഒരു കാരണവശാലും ഇത് മൊത്തത്തിൽ കേന്ദ്ര സർക്കാർ എഴുതിത്തള്ളാൻ ചാൻസ് ഇല്ല. അങ്ങനെ എഴുതിത്തള്ളുകയാണെങ്കിൽ ഇന്ത്യയിൽ എവിടെ ഇതുപോലെ ഡിസാസ്റ്റർ ഉണ്ടാകണം എഴുതിത്തള്ളില്ല. അതുകൊണ്ട് അവർക്ക് അത് സാധ്യമല്ല. പലിശ ഞങ്ങൾ 7 കോടി രൂപ വരും പലിശ. തീർച്ചയായും അനീഷാണ് അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് തുടരുക. ഇന്ന് ന്യൂസ് ടെൻസ് ആരംഭിച്ചത് മുണ്ടക്കൈ ചൂരൽമലയിലെ ദുരന്തബാധിതരുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. ഇങ്ങനെയൊരു ദിവസം ഈ വാർത്തയിൽ നിന്നേ ഞങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കൂ. പ്രത്യേകിച്ച് അല്പസമയം മുമ്പ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയ ദൃശ്യങ്ങളിൽ ഒരു
കല്ലറയ്ക്ക് മുന്നിൽ വിതുമ്പുന്ന ചെറുപ്പക്കാരനെ കാണാൻ സാധിക്കുമായിരുന്നു. ആ കല്ലറയിൽ എഴുതി വച്ചിരിക്കുന്ന വാചകങ്ങൾ ആരംഭിച്ചത് അച്ഛാ നിങ്ങൾ ഞങ്ങളോടൊപ്പമില്ല എന്നതിപ്പോഴും ഉൾക്കൊള്ളാനാകുന്നില്ല എന്നതാണ്. അതുപോലെ ഒരുപാട് കുടുംബങ്ങൾ അവരുടെ ഉറ്റവർ ഉടയവർ തങ്ങളോടൊപ്പമില്ല എന്ന് ഇപ്പോഴും ഉൾക്കൊള്ളാനാകാത്ത ഒരു ജനതയാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉള്ളത്. അവരെ ചേർത്ത് നിർത്തേണ്ടത്, അവരെ കൈപിടിച്ചുയർത്തേണ്ടത് തീർച്ചയായും നമ്മുടെ ഉത്തരവാദിത്വം ആണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുന്നത്.